ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും വളരെ ഐശ്വര്യമായിട്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഒരു സൈലന്റ് പ്രയറോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു വെരി മച്ച്. ഓക്കെ ലീഡേഴ്സ്, അപ്പൊ എന്തായാലും നമ്മള് ഇന്നൊരു ഫ്രൈഡേ, നമുക്കറിയാം നമ്മൾ കൃത്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരുന്നു. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് കുറെ നോളജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇതേപോലെ തന്നെ പ്രോഡക്റ്റ് ട്രെയിനിങ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ദയവ് ചെയ്ത് അവരവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വീഡിയോ ഓൺ ആക്കാൻ സാധിക്കുന്ന ആളുകൾ മാത്രം വീഡിയോ ഓൺ ആക്കുക. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം വീഡിയോ ഓൺ ആക്കുക. പിന്നെ സാധിക്കുന്ന എല്ലാവരും വീഡിയോ ഓണാക്കാൻ സാധിക്കുന്ന എല്ലാവരും വീഡിയോ ഓണാക്കി തന്നെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എന്തായാലും എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജോഫി നിഷ എന്നാണ്. വീട് തൃശ്ശൂർ ജില്ലയില് മറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗുരുവായൂരിനടുത്ത് മറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ മോദി കെയർ ബിസിനസ്സിൽ വന്നിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ മോദി കെയർ ബിസിനസ്സിലുണ്ട്. വളരെ സക്സസ്ഫുള്ളി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു മില്ലിയനർ ക്ലബിലേക്കൊക്കെ എത്താനും അതുപോലെ തന്നെ ഒരു 12 ലക്ഷം രൂപയുടെ കാർ പർച്ചേസ് ചെയ്യാനൊക്കെ ഈ ബിസിനസ്സിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. സാധാരണ ഒരു വ്യക്തിയായിരുന്നു, സാധാരണ ഒരു വീട്ടമ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് എന്നിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ മോദി കെയർ ബിസിനസ് കാരണം വന്നു, നമ്മുടെ സിസ്റ്റം കാരണം വന്നു. അപ്പൊ എന്തായാലും എന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോവാം, നമ്മുടെ സെഷനിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾ എല്ലാവരും പിക്ചറിൽ കാണുന്നുണ്ടാവും അല്ലെ? PDF കൃത്യമായി കാണിക്കുന്നുണ്ട് എന്താണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേന്നുള്ളത്. അത് വേറെ ഒന്നുമല്ല, വുമൻ ഹെൽത്ത് ആണ്. അപ്പൊ വുമൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് ആവശ്യമില്ലേ എന്നാണ് ചോദ്യം. ആണുങ്ങൾക്കും തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് അല്ലെ? നമ്മളൊരു കൂട്ടായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. മനുഷ്യരെല്ലാവരും ഒരു കൂട്ടത്തോടെ ജീവിക്കുന്നവരാണ്. അപ്പൊ ആണുങ്ങളെ സംബന്ധിച്ച് അവരുടെ വീട്ടിൽ ലേഡീസ് ഉണ്ട് അല്ലെ? അമ്മമാരുണ്ട്, മക്കളുണ്ട്, വൈഫ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ഇനി കൊലീഗ്സ് ഉണ്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മുടെ കൂടെ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും വളരെ ശ്രദ്ധാപൂർവം ഇന്നത്തെ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് പൊതുവെ കുറെ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. സോ എല്ലാവരെയും വുമൻ ഹെൽത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ എന്താണ് ഈ വുമൻ ഹെൽത്ത്? വുമൻ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ പറഞ്ഞിട്ടുള്ള 1 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ കമ്പനി നമുക്ക് ഈ വുമൻ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറെ പ്രോഡക്ട്സ്, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന 3 പ്രോഡക്ട്സ് മാത്രമല്ല കേട്ടോ, കുറെ പ്രോഡക്ട്സ് നമ്മുടെ കമ്പനി വുമൻ ഹെൽത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പൊ അതില് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുക. ഈ വുമൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, മെൻസ്ട്രൽ ഹെൽത്ത് അല്ലെ? മെൻസ്ട്രൽ ഹെൽത്ത് എന്താണ്? മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്നൊക്കെ പറയണത് എന്താണ്? അത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുന്നേ നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്, കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് അത് ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം, അതിനുശേഷം മാത്രം നമ്മുടെ പ്രോഡക്ട്സിലോട്ട് പോവാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അത് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഈ പ്രോഗ്രാമിലുള്ള എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. സോ എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം പറയാം. അതായത് ഒരു വ്യക്തി, ഒരു ലേഡി, ഒരു ഫീമെയിൽ, ഒരു കുഞ്ഞ് അല്ലെ, ഒരു കുഞ്ഞ് പെൺകുട്ടിയായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഏകദേശം ഒരു 12 വയസ്സ് തുടങ്ങി അതൊരു 16-17 വയസ്സിന്റെ ഉള്ളില് വലിയ രീതിയിൽ എന്ത് സംഭവിക്കും? ഹോർമോൺ ചേഞ്ചുകൾ സംഭവിക്കും. അതിന്റെ ഭാഗമായിട്ട് പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു പ്രക്രിയ അല്ലെ, ഫസ്റ്റ് മെൻസസ് ആവുന്ന ഒരു പ്രക്രിയ നടക്കും. ഇത് ജെൻസിന് സംഭവിക്കുന്നുണ്ട്. ജെൻസിന്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലേഡീസിനാണ് കുറച്ചും കൂടി സ്പീഡിൽ നടക്കുക, പെൺകുട്ടികളാണ് കുറച്ചും കൂടി വേഗം നടക്കുക.
ജെൻസിനെ സംബന്ധിച്ച് ഒരു 17 വയസ്സ് വരെ, ഒരു 12, 13, 14 വയസ്സ് തുടങ്ങിയാണ് അവരുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ ചേഞ്ചുകൾ വരാനായിട്ട് തുടങ്ങുക. ലേഡീസിനും അതേപോലെ തന്നെ വലിയ രീതിയിൽ ചേഞ്ച് സംഭവിക്കും. അതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്ക് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു പ്രോസസ്സ് ശരീരത്തിൽ കാണിക്കും, സിഗ്നലിംഗ്. ഈ സിഗ്നലിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഒരു ഫീമെയിലിന്റെ ശരീരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് ദ മെനോപോസ് പീരീഡ് വരെ, അതായത് പ്യൂബർട്ടി തുടങ്ങി മെനോപോസ് വരെയുള്ള ആ ഒരു കാലയളവിനെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ലൈഫ് എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് ഈ പ്യൂബർട്ടി തുടങ്ങി മെനോപോസ് വരെയുള്ള കാലയളവിൽ മാത്രമാണ് ഗർഭം ധരിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. മെനോപോസ് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അതിനുശേഷം അവർക്ക് ഗർഭധാരണം ഉണ്ടായിരിക്കില്ല. സോ ഒരു അമ്മയാവാൻ ഒരു സ്ത്രീക്ക് ആകെ കൂടി സാധിക്കുന്ന ഉള്ള ഒരു ടൈം ലിമിറ്റ് ആണ് പറയുന്നത് പ്യൂബർട്ടി തുടങ്ങി മെൻസ്ട്രൽ സൈക്കിൾ വരെ. സോ ഇത് എല്ലാ ദിവസവും നടക്കുന്ന സൈക്കിളാണ്. ഇപ്പൊ ജെൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലേഡീസിനെ കുറച്ച് ഡിഫറെന്റ് ആണ്. ജെൻസിന് എല്ലാ ദിവസവും ഈ സൈക്കിൾ നടക്കണമെന്നില്ല, സൈക്കിളേ അല്ല ശരിക്ക്. പക്ഷെ ലേഡീസിനെ സംബന്ധിച്ച് അത് കൃത്യമായി സൈക്കിൾ രൂപത്തിലാണ്. അല്ലെ, സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും അവിടെ തന്നെ വന്ന് നിൽക്കണേനെയാണ് സൈക്കിൾ എന്ന് പറയാം. ശരിക്കും 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈക്കിൾ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒന്നിന്ന് ആരംഭിച്ച് ഈ വീണ്ടും 28 വന്ന് നിൽക്കും. ഇങ്ങനെ ഈ സൈക്കിൾ റൺ ചെയ്യണത് എന്ന് തുടങ്ങി പ്യൂബർട്ടി തുടങ്ങി മെനോപോസ് വരെ. ഓക്കെ, അപ്പൊ ഈ ഒരു പീരീഡിന്റെ ഉള്ളില് ഫീമെയിൽ അണ്ടർഗോ ചെയ്യുന്ന, ഓരോ സ്ത്രീയും അണ്ടർഗോ ചെയ്യുന്നില്ലെങ്കിൽ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ. ചില ആളുകൾ വളരെ ഹെൽത്തി ആയിരിക്കും, അവർക്ക് പ്രത്യേകിച്ച് ഒരു സിംറ്റംസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ ചില വ്യക്തികൾക്ക് വളരെ തീവ്രമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ശരീരം കാണിക്കും. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 28 ദിവസമാണെന്ന് പറഞ്ഞു. ഇതിലെ ആദ്യത്തെ 14 ദിവസം വരെ ഈ പറഞ്ഞ ഈ ചക്രം നീങ്ങാൻ വേണ്ടിയിട്ട് ഓരോ, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂട്രസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഗർഭപാത്രം, അമ്മയുടെ വയറ്റിൽ അല്ലെ, ഗർഭപാത്രത്തിലാണ് നമ്മളെല്ലാവരും വളർന്നത് അല്ലെ, ഒരു പ്രായം വരെ. ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 മാസത്തോളം നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളുകളാണ്. ഈ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി വന്നത്, രൂപപ്പെട്ടത് ഗർഭപാത്രത്തിൽ വെച്ചിട്ടല്ല. അണ്ടാശയം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്കൂളില്, പക്ഷെ നമ്മൾ കുറെ വിട്ടുപോയിട്ടുണ്ടാവും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാണ്. അപ്പൊ അണ്ടാശയം എന്ന് പറയുന്ന ആ ഒരു അവയവത്തിൽ നിന്ന് ഒരു അണ്ടം പുറത്തേക്ക് വരുന്നു. അണ്ടം ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ കുഞ്ഞായി മാറുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ആ കുഞ്ഞായി മാറിയ ആ ഒരു ഓവം അല്ലെങ്കിൽ ആ സൈഗോട്ട് എന്നൊക്കെ പറയും, ഗർഭസ്ഥ ശിശു, അത് യൂട്രസിൽ ഇരുന്ന് വളരുമ്പോഴാണ് നമ്മളായി മാറുന്നത്, നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രക്രിയ കൃത്യമായിട്ട് 1ാമത്തെ ദിവസം തുടങ്ങി 14 ദിവസം വരെ ഒരു അണ്ടാശയത്തിൽ നിന്ന് ഒരു ഓവം, ഒരേ ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്ത് നമ്മുടെ ശരീരം തന്നെ സെലക്ട് ചെയ്യും. അതിനെ വളർത്തി പരിപോഷിപ്പിച്ച് പൂർണ്ണ വളർച്ചയുള്ള ഒരു ഓവമാക്കി മാറ്റി, അണ്ടമാക്കി മാറ്റി ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കി കാത്തിരിക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഇതെല്ലാം അത് നടത്തുന്നത് ആരാണ്? ഹോർമോൺസ് ആണ് അല്ലെ. ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യണത് ഹോർമോൺസ് ആണ്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ അത് ഡീജനറേറ്റ് ആയി പോകും, ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അത് കുഞ്ഞായി മാറും. അപ്പോഴും ഈ കാര്യങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യണത് ആരാണ്? ഹോർമോൺസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ കുറെ ഹോർമോൺസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഒരു ലേഡീനെ കുറിച്ച് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസത്തില് 28 നമുക്ക് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാം, 14 14ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 14 ദിവസം, ആദ്യത്തെ 14 ദിവസം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിന്റെ അളവും 14 ദിവസത്തിന് ശേഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിന്റെ അളവും എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നല്ല നോർമലായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അത് താഴ്ത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് പലർക്കും, ഞാൻ അതിന്റെ റേഷ്യോ പറയാം, ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഹോർമോണിൽ വരുന്ന ഫ്ലക്ച്വേഷൻ അവര് പ്രോബ്ലംസ് ആയിട്ട് ശരീരത്തിലെ എക്സിബിറ്റ് ചെയ്യും, പുറത്തേക്ക് കാണിക്കും. ചില ആളുകൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എന്തെല്ലാമാണ് ഫിസിക്കൽ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാവർക്കും അറിയാം,
വയറുവേദന. പൊതുവെ ഈ ഒരു പ്രോബ്ലം ത്തിന് നമ്മൾ ഒളിച്ചു വെക്കാനാണ് ശ്രമിക്കുക. പക്ഷെ ഇത് ഒളിച്ചു വെക്കേണ്ട ഒരു സംഗതിയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റൊമക് പെയിൻ ഉണ്ടാവും. ചില ആളുകൾക്ക് ബാക്ക് പെയിൻ ആയിരിക്കും, നടുവേദന, സഹിച്ചുകൂടാത്ത ബാക്ക് പെയിൻ ആയിരിക്കും. ചില ആളുകൾക്ക് എന്താണ് വണ്ണം വെച്ച മാതിരി ഒരു ഫീലിംഗ്, ആ ഒരു സമയത്ത് മാത്രം വല്ലാതെ വണ്ണം വെച്ച മാതിരി ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ചില ആളുകൾ വല്ലാണ്ട് ക്ഷീണിച്ച മാതിരിയാവും. ചില ആളുകൾക്ക് ഭയങ്കര കൈ കഴപ്പും കാല് കഴപ്പും, കൈയും കാലൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കണ മാതിരി തോന്നും, ഉറക്കം പോലും കിട്ടില്ല. ചില ആളുകൾക്ക് ഇത്രയും കാലമില്ലാത്ത എവിടുന്നാന്നറിയില്ല ഒരു തലവേദന വരും. ആ തലവേദന കാരണം നമ്മൾ ഫുൾ ടൈം ഇരിപ്പാവും. ഇതൊക്കെ ഒരു തരം ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ, വയറ് മുറുകാൻ തുടങ്ങും. ചില ആളുകൾക്ക് വെള്ളം പോലെ വയറ്റിന്ന് പോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യേണ്ടതല്ല. പൊതുവെ എല്ലാവരും പറയും ഇതൊക്കെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ഒരിക്കലും അല്ല. ഇത് ഹോർമോൺസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന കുറെ സിംറ്റംസ് ആണ്. ഇതൊക്കെ ഫിസിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ മെന്റൽ പ്രോബ്ലംസ് ഉണ്ട്. എന്താണ് മെന്റൽ പ്രോബ്ലംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ. വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. അവർക്ക് ഒന്നിനോടും ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. ആകെ മൂഡി ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ഗ്ലൂമി ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. കോൺസെൻട്രേഷൻ തീരെ ഉണ്ടായിരിക്കില്ല അവർക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. പെട്ടെന്ന് കരയും, വാ വിട്ട് കരയും. ചെറിയൊരു വിഷയമായിരിക്കും, കരയാൻ മാത്രം. അന്ന് ഈ വ്യക്തി തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു കാര്യമില്ല, ഇതിന്റെ അപ്പുറം നടന്നാലും അവർ കൂളായിരിക്കും. പക്ഷെ ഈ ഒരു സമയത്ത് അവർ പെട്ടെന്ന് തന്നെ വയലന്റ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിലവര് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവില്ല. അതായത് വിശപ്പല്ല, വയറ് കാളിച്ചാണ് ഉണ്ടാവുക. എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വയറ് നിറയാത്ത മാതിരി, വയറ് കാളുന്ന മാതിരി ഒരു ഫീലിംഗ്. അപ്പൊ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. ചിലർക്കാണെങ്കിൽ ഭക്ഷണം വേണ്ടേ വേണ്ട. ഒക്കെ രണ്ടറ്റാണ്, രണ്ട് എക്സ്ട്രീംസിലാണ് നിൽക്കുന്നത്. സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മെന്റലി വരുന്ന ചേഞ്ചസ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. PMS എന്ന് ഷോർട്ട് ഫോമിൽ പറയും. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. ഈ വാക്ക് തന്നെ നമുക്ക് മനസ്സിലായി. PMS, പ്രീ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മുന്നേ എന്നാണ്. ശരിക്കും ഈ സിംറ്റംസ് ഒക്കെ നടക്കുന്നത് മെൻസസ് ആയതിനു ശേഷമല്ല. മെൻസസ് ആവുന്നതിന് ഒരു 7 ദിവസം തുടങ്ങി 5 ദിവസത്തിന്റെ ഉള്ളിലാണ് ഇത്തരം സിംറ്റംസ് ശരീരം കാണിക്കുക. സോ മുൻകൂട്ടി ഈ മെൻസസ് ആവുന്നതിന് മുന്നോടിയായിട്ട് ഇത്തരം സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം. ഇനി നമ്മൾ ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കമ്പനി നമുക്ക് പ്രോഡക്ട്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ നോക്കി നോക്കൂ. ഇതില് നമ്മളുടെ ഇന്ന് ടോട്ടൽ വിമൻ ലേഡീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 50% ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോബ്ലത്തിന് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ചെറിയ രീതിയിലൊക്കെ പെയിൻ ഒക്കെ ഉണ്ടെങ്കിലും, ചെറിയ രീതിയിലൊക്കെ മൂഡ് സ്വിങ്സ് വരുന്നുണ്ടെങ്കിൽ പോലും, മൂഡ് സ്വിങ്സ് എന്ന് പറയൂട്ടോ അതിനെ, പെട്ടെന്ന് വയലന്റ് ആവുകയൊക്കെ ചെയ്യില്ലേ, അപ്പൊ മൂഡ് സ്വിങ് എന്ന് പറയും. അപ്പൊ ഇത്തരം പ്രോബ്ലംസിന് അവർക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും, സഹിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കും. പക്ഷെ ഒരു 20% തുടങ്ങി 30% ആളുകൾക്കും ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലർ വൊമിറ്റ് ചെയ്യും, ചിലര് ഷോളൊക്കെ എടുത്ത് വയറിന് ഇറുക്കി കെട്ടി, ചിലർ തലകറങ്ങി വീഴും. പല രീതിയിലുള്ള കോലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയണത്. ഞാൻ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അഡ്മിഷന് കുട്ടികൾ വരുമ്പോൾ അവരുടെ പാരന്റ്സ് എന്ന് പറയും, ടീച്ചറെ മാസത്തിൽ 3 ദിവസം മുടക്കുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതെന്താ? മുൻകൂറായിട്ട് അവർ പറയണം. അപ്പൊ ലീവ് എടുക്കുമ്പോൾ സാധാരണ പാരന്റ്സ് വിളിച്ച് പറയണമെന്ന് നമ്മൾ പറയുമല്ലോ. അപ്പൊ നേരത്തെ കൂട്ടി തന്നെ അവർ പറയും മാസത്തിൽ 3 ദിവസം ലീവ് ആയിരിക്കും. കാരണം മെൻസസ് ആയാൽ ഈ കുട്ടി ഛർദിയും തലവേദനയൊക്കെ ആയിട്ട് കിടപ്പിലായിരിക്കും. ചിലർക്ക് വളരെ എക്സ്ട്രീം ലെവലായിരിക്കും, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ആകെ ഡൗൺ ആയിരിക്കും. ഇനി 5 to 10% ആളുകൾ വളരെ മോശമായിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അതായത് മെൻസസ് ആവുന്നതിന് മുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോവാതെ, ഒരു ട്രിപ്പ് ഇടാതെ മാറില്ല എന്നുള്ള ആളുകളും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അത്രയും ചിലർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും, ചിലർക്ക് ഭയങ്കര സിവിയർ ആണ്, ചിലർക്ക് അങ്ങേയറ്റം സിവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. അത്രയും കൊടൂരമായിട്ടുള്ള പ്രോബ്ലം ആയിട്ടും ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രോബ്ലത്തിന് പറ്റിയ ബെസ്റ്റ് പരിഹാരമാണ് നമ്മുടെ ഈ പ്രോഡക്ട്സ്. എന്തുകൊണ്ടാണ് ഞാൻ ബെസ്റ്റ് എന്ന് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ ഇത്തരം പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ
ആളുകൾ ചെയ്യണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി മെഡിക്കൽ ഷോപ്പിൽ പോകും. നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും മെഡിക്കൽ ഷോപ്പിലേക്ക് വിടും. അവരുടെ അടുത്തുനിന്ന് സൈക്ലോബാം എന്ന് പറയുന്ന ഒരു ഗുളിക, പെയിൻ കില്ലർ ആണ്. പെയിൻ കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസ് ആവുമ്പോൾ വരുന്ന വയറുവേദനയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സൈക്ലോബാം ഒക്കെ എടുക്കും. പക്ഷെ ഇത് പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിനെ കൺട്രോൾ ചെയ്യാനൊന്നും സൈക്ലോബാമിന് സാധിക്കില്ല. തൽക്കാലം വയറുവേദനയെ കുറയ്ക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് അത് ധാരാളം ദോഷം ചെയ്യുന്നതാണ്. നമുക്കറിയാലോ, എല്ലാ മോഡേൺ മെഡിസിനും ഒരു പരിധി കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് തന്നെയാണ്, സൈഡ് എഫക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രകൃതിയിലേക്ക് മടങ്ങാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെയൊക്കെ പാരന്റ്സ്, കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവര് ഇങ്ങനെ വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് കൊടംപുളി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഉലുവ വറുത്തിട്ട് വെള്ളം കാച്ചിട്ട് അത് വെള്ളം ഉണ്ടാക്കി വറ്റിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരം പൊടിക്കൈകൾ ചെയ്യും. അതോടുകൂടി ഈ പ്രോബ്ലം കുറയുകയും ചെയ്യും. പക്ഷെ ഇന്ന് നമുക്ക് അതിന് വേണ്ടിയിട്ട്, കാരണം നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈലിനിടയിൽ നമുക്ക് കുറച്ചും കൂടി എല്ലാം ഈസി ആയിട്ട് കിട്ടിയാലാണ് നമുക്ക് എളുപ്പം. നമ്മൾ കഷായം ഉണ്ടാക്കാനൊന്നും നമ്മളിപ്പോ നിൽക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗുളിക വിഴുങ്ങാണ് ഏറ്റവും സിമ്പിൾ, അങ്ങനെ ചെയ്യും. പക്ഷെ ഇപ്പോഴല്ല അതിന്റെ പ്രോബ്ലം കുറെ കഴിയുമ്പോൾ, ഒരു 18 വയസ്സിലോ ഒരു 17 വയസ്സിലൊക്കെ കുട്ടികൾ ഇങ്ങനെ സൈക്ലോബാം കഴിക്കാതെ മുന്നോട്ട് പോകില്ല എന്നൊക്കെ, അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ലൈഫിൽ അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇവിടെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഇതിൽ നമുക്ക് കാണാം, ഫ്രീഡത്തിന് തന്നെ 3 പ്രോഡക്ട്സ് ഉണ്ട്. വെൽ ഫ്രീഡം തന്നെയാണ് കേട്ടോ. ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിംഗ് റിസൾട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. 3 പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് വെൽ ഫ്രീഡം ടാബ് ഉണ്ട്, വെൽ ഫ്രീഡം പൗഡർ ഉണ്ട്, ആൻഡ് റോൾ ഓൺ ഉണ്ട്. അങ്ങനെ 3 പ്രോഡക്ട്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് നോക്കി പോവാം. അപ്പൊ ഇതിൽ ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യണത് വെൽ ഫ്രീഡം ടാബിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഫ്രീഡം ടാബ് നമ്മൾ എപ്പോഴാണ് കഴിക്കേണ്ടത്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് എപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത്? ഇത് കഴിക്കേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെൻസസ് ആയ അന്ന് തുടങ്ങി രാവിലെയും വൈകിട്ടും നമുക്ക് കഴിക്കാം. 5 ദിവസത്തേക്ക് കഴിക്കാനുള്ളത് ഈ ബോട്ടിലിൽ ഉണ്ടായിരിക്കുള്ളൂ. ഇത് കഴിക്കേണ്ടത് എപ്പോഴാന്ന് എല്ലാവർക്കും മനസ്സിലായാലോ? മെൻസസ് ആയാൽ അന്ന് രാവിലെയും വൈകിട്ടും ഓരോന്ന് നമ്മൾ കഴിച്ചു പോവുക. വളരെ ഈസി ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളത്. ഇതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കാമമൈൽ അല്ലെങ്കിൽ ചാമമൈൽ, 2 തരത്തിൽ അത് പ്രൊനൗൺസ് ചെയ്യും. കാമമൈൽ അല്ലെങ്കിൽ ചാമമൈൽ. അപ്പം ഒരു തരം ജമന്തിയാണ്, ഒരു തരം ജമന്തി പൂവാണ്, വെള്ള നിറത്തിലുള്ള ജമന്തി. ആ ജമന്തി സാധാരണ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജമന്തി അല്ല, അത് ഇമ്പോർട്ടഡ് ആണ്. ഈ ജമന്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ചാമമൈലിന്റെ കുറെ എക്സ്ട്രാക്ട്സ് നമ്മുടെ സ്കിൻ കെയറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സ്കിൻ കെയർ പ്രോഡക്ട്സിലൊക്കെ ചാമമൈൽ എക്സ്ട്രാക്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു തരം ജമന്തി പൂവാണ് ചാമമൈൽ. വെള്ള പൂക്കളാണ്, മഞ്ഞ നടുക്കില് സംഭവമായിട്ടുള്ളത്. ഇതിന്റെ ചാമമൈൽ ടീ കുടിക്കുന്ന ആളുകളുണ്ട്, ചാമമൈൽ ഫ്ലവർ ഇട്ടിട്ട് ചായ പോലെ കുടിക്കുന്ന ആളുകളുണ്ട്. ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് ചാമമൈൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ വേറൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഫെനുഗ്രീക്ക്. ഫെനുഗ്രീക്ക് എന്താന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉലുവ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു. ഉലുവ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഉലുവയ്ക്ക് എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഡിപ്രഷന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും, അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വയറുവേദന, ബാക്ക് പെയിന്, ഇതൊക്കെ കുറയ്ക്കാൻ ശരിക്കും ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഉലുവ. പണ്ടേ നമ്മൾ കേട്ടിട്ടില്ല, ഉലുവ പ്രസവിച്ച ആളുകൾക്ക് ഉലുവ കൊടുക്കും തണ്ടിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. അപ്പൊ നമ്മള് ബാക്ക് ഏരിയ, അതായത് വെർട്ടിബ്രൽ കോളത്തിനെ സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ വയറുവേദനയ്ക്കും, അതേപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ കുറച്ചും കൂടെ ഉഷാറാവാനും എന്ത് സഹായിക്കും? ഉലുവ സഹായിക്കും. സോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത് ചുക്കാണ്. ചുക്ക്, ഡ്രൈഡ് ജിഞ്ചർ,
ഈ ചുക്കിന്റെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ ഇഞ്ചി കഴിക്കൂ അല്ലെ വയറുവേദനയ്ക്ക്, ഇതും ബ്ലോട്ടിംഗ് വരാതിരിക്കാൻ, അതായത് വയറുവേദനയ്ക്ക് ബെസ്റ്റ് റിലീഫാണ്. ഇനി ഇത് കൂടാതെ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇനോസിറ്റോൾ, വൈറ്റമിൻ B6, അങ്ങനെ 2 വൈറ്റമിൻസ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ശരീരത്തിൽ ആകപ്പാടെ ക്ഷീണം ഉണ്ടായിരിക്കും. മിക്കവാറും ആളുകളും ഭയങ്കര ക്ഷീണിതരായിരിക്കും. ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ കുറെ പണിയുണ്ട്. സിവിയർ ആയിട്ടുള്ള ആളുകൾ കിട്ടാം, ബാക്കിയുള്ളവർ അത് സഹിച്ചു പിടിച്ചിട്ട് നടക്കും, അത് വേറെ വിഷയം. അപ്പൊ ഈ ക്ഷീണം പലരും ക്ഷീണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് പുറത്ത് കാണിക്കാതെ നടക്കുന്നുള്ളത് അടുത്ത ഒരു കാര്യമാണ്. സോ ഈ ബുദ്ധിമുട്ട്, ഈ ക്ഷീണത്തിനെ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്ഷീണം മാറ്റി നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടി എളുപ്പം ഫങ്ഷൻ ചെയ്യാൻ, കുറച്ചും കൂടി എനർജി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ വൈറ്റമിൻ B1 ആൻഡ് B6 നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റിനുള്ള ബേസിക് ഇൻഗ്രീഡിയൻസ്. ഇതിൽ എന്തെങ്കിലും നമുക്ക് കെമിക്കലായിട്ട് കാണാൻ സാധിച്ചോ? ഒന്നുമില്ല. ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മള് സാമ്പാറിലൊക്കെ കടുക് പൊട്ടിക്കുന്നതോടൊപ്പം പൊട്ടിക്കുന്ന സംഗതിയാണ് ഉലുവ. അച്ചാറിലൊക്കെ നമ്മൾ ഇടുന്നതാണ് ഉലുവ. ഉലുവ ബെസ്റ്റ് ഫുഡാണ്, നമുക്കറിയാം. നടുവിന് ആയാലും നടുവേദനയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ ബെസ്റ്റ് ഫുഡാണ് ഉലുവ എന്ന് പറയാം. അപ്പൊ ഉലുവ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ നമ്മുടെ വെള്ള ജമന്തി പൂക്കൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജമന്തി അല്ല, ചാമമയിലാണ്. പിന്നെ ഈ ചാമമയിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഈ ഡിപ്രഷൻ ഒക്കെ മാറി, ഈ മൂഡ് സ്വിങ്സ് നമ്മൾ പറഞ്ഞില്ലേ, എന്തിനും കരയുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊക്കെ ഒരു പരിധി വരെ ഈ ചാമമയിലിന് തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചുക്ക്, ഇതൊക്കെ സൂപ്പർബ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ചുമ്മാ ഇനി ഒരു വയറുവേദനയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂഡ് സ്വിങ് വരുന്ന സമയത്ത് ദയവ് ചെയ്ത് ഈ എന്താണ് അലോപ്പത്തിക് മെഡിസിനിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കുക. അമേസിംഗ് റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അത്രയും സൂപ്പർബ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് പറയാനുള്ള കോൺഫിഡൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് മനസ്സിലായല്ലോ. രാവിലെ ഒരെണ്ണം, വൈകിട്ട് ഒരെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെൻസസ് ആയ അന്ന് തുടങ്ങി 5 ദിവസം, അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് വെൽ ഫ്രീഡം പൗഡർ. ഓക്കെ, ഇത് സാഷെ രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചിത്രത്തില്, ഒരു സാഷെ രൂപത്തിലാണ് കിട്ടുണ്ടാവുക. അപ്പൊ ഈ സാഷെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കപ്പില് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക, വാം വാട്ടർ, ചെറിയ ചൂടുള്ള വെള്ളം. ഈ ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു സാഷെ അങ്ങനെ തന്നെ പൊട്ടിച്ചിടാം, പകുതി പിശുക്കിയിട്ടൊന്നും എടുക്കരുത്. ഒരു സാഷെ അങ്ങനെ തന്നെ പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ഇടുക, നന്നായി ഡിസോൾവ് ചെയ്യുക, നന്നായി കലക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുടിക്കാം. ഇത് എന്ന് ആരംഭിക്കണം എന്ന് പറയാം. അതായത് നമുക്കറിയാലോ ഏകദേശം നമ്മൾ എന്നാണ് മെൻസസ് ആവുക. ലേഡീസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോ ഈ മാസം ഒരു 5-ാം തീയതി ആണ് നമ്മൾ മെൻസസ് ആവണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസം നമ്മൾ എപ്പോഴാണ് മെൻസസ് ആവുക? കൃത്യം 5-ാം തീയതി ആയിരിക്കില്ല. കറക്റ്റ് 28 ഡേയ്സ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരത്തിന്റെ കറക്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ. എന്നാവും? 3-ാം തീയതി ആവും അല്ലെ? 2 ദിവസം നേരത്തെ, 28-ാമത്തെ ദിവസം കൃത്യമായിട്ട് മെൻസസ് ആവും. അപ്പൊ ഈ 3-ാം തീയതി, 5-ാം തീയതി നമ്മൾ കഴിഞ്ഞ മാസം ആയിട്ടുണ്ടെങ്കിൽ ഈ മാസം 3-ാം തീയതി നമ്മൾ മെൻസസ് ആവും, നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 3-ാം തീയതി എന്നുള്ളത് ഒരു 1-ാം തീയതി തുടങ്ങി ഇത് സ്റ്റാർട്ട് ചെയ്യണം. മെൻസസ് ആവുന്നതിന് 3 ദിവസം മുന്നേ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ ഒരു സാഷെ, വൈകിട്ട് ഒരു സാഷെ, ഇങ്ങനെ 2 നേരം കഴിക്കുക. മെൻസസ് ആയി 3 ദിവസം വരെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കറക്റ്റ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം കാണിക്കുന്ന സമയം ഇതാണ്. മെൻസസ് ആവുന്നതിന് ഒരു 5 ദിവസം മുന്നേ ഒക്കെ നമുക്ക് പതുക്കെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംറ്റം ഞാൻ പറയാൻ വിട്ടുപോയി. അത് ബ്രസ്റ്റ് ടെൻഡർനെസ് എന്ന് പറയട്ടാ. ബ്രസ്റ്റ് ഭയങ്കര പെയിൻ ആയിരിക്കും. ഈവൻ നമ്മുടെ കൈ സൈഡിലേക്ക് പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് ടെൻഡർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംറ്റം കൂടി ഉണ്ട്. സോ ഇങ്ങനത്തെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മെൻസസ് ആവുന്നതിന് 3 ദിവസം മുന്നേ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം നമുക്ക് ഒരു പരിധി വരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരു വീഴ്ച ഉണ്ടായിരിക്കില്ല, നമുക്ക് ഓടി ചാടി എല്ലാം ചെയ്യാൻ പറ്റും. ഒരു ആൻസൈറ്റി, ഒരു ഡിപ്രഷൻ ഉണ്ടായിരിക്കില്ല, വയറുവേദന, കാൽവേദന, നടുവേദനയൊന്നും ഉണ്ടായിരിക്കില്ല. വളരെ ഹെൽത്തി ആയിട്ട് എല്ലാ ദിവസത്തെയും ഈ ഒരു പീരിയഡ് സമയം അല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെ ആക്റ്റീവ് ആയിരിക്കും അത്രയും ആക്റ്റീവ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്ഫുൾ ആണ്.
ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത് മനസ്സിലായാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് സാഷെ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ സാഷെ പൊട്ടിക്കുക, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ സാഷെ ഇടുക, നന്നായി കലക്കുക. രാവിലെ ഒരു സാഷെ, വൈകിട്ട് ഒരു സാഷെ. ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെൻസസ് ആവുന്നതിന് 3 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യുക. മെൻസസ് ആയി ആദ്യത്തെ 3 ദിവസം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 ദിവസത്തേക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഈ പ്രോഡക്റ്റിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കണേന്ന് നോക്കാം. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ചാമമയിലുണ്ട്, ഫെനിഗ്രീക്ക് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ ടീ നമുക്കറിയാലോ, ഗ്രീൻ ടീ ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രീൻ ടീ ഉണ്ട്. പിന്നെ ഇതിലുള്ള ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയന്റ് ആണ് ലജ്ജാലു എന്ന് പറയുന്ന ചെടി. ലജ്ജാലു എന്താന്ന് അറിയോ? നമുക്ക് പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ലജ്ജ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നാണം തോന്നുന്ന ചെടി. ആരാണ് നാണം തോന്നുന്ന ചെടി? തൊട്ടുടനെ നാണിക്കുന്ന ഒരു ചെടി ഉണ്ടല്ലോ നമ്മുടെ പ്രകൃതിയിൽ. അത് ആരായിരിക്കും? എല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ട് നിങ്ങൾ തന്നെ പറയാ. എന്താണത്? തൊട്ടാർവാടിയാണ് അല്ലെ? തൊട്ടാർവാടി. അപ്പൊ തൊട്ടാർവാടി ഒരു ബെസ്റ്റ് ഔഷധമാണ്. ഒരുവിധം എല്ലാ ആയുർവേദ ഔഷധങ്ങളിലും എന്തുണ്ട്? തൊട്ടാർവാടി വേരോടക്കനെ ഉപയോഗിക്കും, സമൂലം ഉപയോഗിക്കാന്നാണ് പറയാ. തൊട്ടാർവാടിയുടെ ഇലയും വേരും തണ്ടും ഒക്കെ എന്താണ്? ഔഷധ ഗുണമുള്ളതാണ്. സോ തൊട്ടാർവാടി വേരോടക്കനെ പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ പല വൈദ്യന്മാർ, ഇപ്പൊ ആയുർവേദ ഡോക്ടേഴ്സിനൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ തൊട്ടാർവാടി കൊണ്ടുള്ള പ്രയോഗങ്ങൾ പറയും. സോ തൊട്ടാർവാടി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇതില് ലോദ്ര എന്ന് പറയും. ലോദ്ര എന്ന് പറയുന്നത് പാച്ചോറ്റി എന്ന് പറയുന്ന ഒരു ചെടിയാണ്, ഒരു മരമാണ് ശരിക്കും. പാച്ചോറ്റി എന്ന് പറയുന്ന ഒരു മരം, അതിന്റെ തൊലിയാണ് എടുക്കുന്നത്. ലോദ്ര എന്ന് പറയുന്ന ചെടിയുടെ തൊലിയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലും എന്തുണ്ട്? ചുക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നല്ല രീതിയിൽ ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഈ ചുക്കിന്റെ ഒക്കെ, ചുക്കല്ല, ഈ പാച്ചോറ്റി ആയാലും മാതിരി നമ്മുടെ തൊട്ടാർവാടൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പെയിൻ റിലീഫ് ആവാനൊക്കെ അത് ശരിക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ 2 എണ്ണമാണ് ഡെയിലി ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പോലെ റോൾ ഓൺ ആണ്. ഈ റോൾ ഓണിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ റോൾ ഓൺ വേദന ഉള്ള സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്യാം. ഈവൻ ഈ റോൾ ഓണിലെ ഇൻഗ്രീഡിയൻസ് കേട്ടാൽ പോലും നമുക്ക് എന്താണ്? അത്ഭുതം തോന്നും. നമുക്കറിയാം ഈ റോൾ ഓൺ എന്ന് പറയുന്നത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യണത്. എവിടെയാണ് പെയിൻ ഉള്ളത്? ഇപ്പൊ നമുക്ക് മുട്ടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർമാര് മുട്ടുമയൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് റോൾ ഓൺ എഴുതും, ഈ ഓസ്റ്റിയോ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ്. അതേമാതിരി ഒരു റോൾ ഓൺ ആണ്. പക്ഷെ ഈ റോൾ ഓണിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഈ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന റോൾ ഓണിൽ പോലും ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് 100% നാച്ചുറൽ ആണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരാണ്. യൂക്കാലിപ്റ്റസ് എല്ലാവർക്കും അറിയാലോ. യൂക്കാലി ആണ് ഇതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ്. അപ്പൊ പെയിൻ റിലീഫ് ഉണ്ടാവും നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം ഇതിൽ ചേർക്കുന്നത് കർപ്പൂരാണ്. ക്യാൻസർ കർപ്പൂരാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പുതിന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നാലാമത്തെ ഇൻഗ്രീഡിയന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുന്തിരിക്കം കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും. ഇന്ത്യൻ ഫ്രാങ്കിൻസൻസ് അല്ലെ, കുന്തിരിക്കം. ഇതാണ് ഇതിന്റെ അടുത്ത ഇൻഗ്രീഡിയന്റ്. അപ്പോ ഈ കുന്തിരിക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫ്രേഗ്രൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ ലേഡീസിന് ആകപ്പാടെ ടോട്ടലി മൂഡ് ഔട്ട് ആയിരിക്കുന്ന സമയമാണ്. സോ നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ് നല്ല ഒരു സൂപ്പർ സ്മെല്ലാണ്. നമ്മുടെ മൂഡിനെ എലിവേറ്റ് ചെയ്യുന്ന, എന്താണ്, ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറച്ചും കൂടി ഉഷാറാക്കി കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ്, ഒരു ഫ്രേഗ്രൻസ് ആണ് ഇത്. നല്ല പ്ലസന്റ് സ്മെല്ലാണ് കേട്ടോ. നല്ല ഒരു സൂപ്പർ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. നമുക്ക് ഈ എപ്പോഴൊക്കെ വേദനയുണ്ടോ, എവിടെയൊക്കെ പെയിൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് റോൾ ഓൺ ചെയ്യാം. അതായത് അടിവയറ്റിൽ വേദന ഉണ്ടായിരിക്കും, പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും, കൈവേദന, കാൽക്കഴപ്പ്, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ റോൾ ഓൺ യൂസ് ചെയ്യാം. ഇതാണ് റോൾ ഓണിന്റെ ബെനിഫിറ്റ്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് നമ്മളത് ഉപയോഗിച്ചില്ല, നമ്മളത് പ്രൊമോട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അത് വലിയ നഷ്ടമാണ്. കാരണം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ കുറെ ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ള ആളുകൾ, കുറെ വ്യക്തികള്, പ്രത്യേകിച്ച് പണ്ടത്തെ മാതിരിയല്ല. ഇന്നിപ്പോ മെൻസ്ട്രൽ ഹെൽത്ത് ഒക്കെ വളരെ വീക്കായി പോകുന്ന ഒരു അവസ്ഥയാണ്. പണ്ട് ഇത്ര PCODs ഉണ്ടായിരുന്നില്ല, സിസ്റ്റ് ഓവറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല യൂട്രസിലും ഓവറിയിലൊന്നും. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറീസിൽ മുഴുവൻ സിസ്റ്റ് ആവുന്ന ഫൈബ്രോയിഡ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. അതിന്റെ ഒക്കെ ഏറ്റവും മെയിൻ റീസൺ എന്തെന്നറിയോ?
അതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ അതൊക്കെ പറയുമ്പോൾ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നിർബന്ധമായും എക്സസൈസ് ചെയ്യണം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, മെൻസസ് ആയിരിക്കുന്ന സമയത്ത് എക്സസൈസ് പോയിട്ട് ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽക്കാൻ ആരോഗ്യമില്ല, അപ്പോഴാണ് എക്സസൈസ് ചോദ്യം വരും. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, വളരെ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് എന്തായാലും നമ്മൾ ചെയ്യണം. ചെയ്താൽ മാത്രമേ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. ശ്രദ്ധിക്കണേ, സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, 14 ദിവസം കയറി പിന്നെ താഴത്തോട്ട് ഇറങ്ങാണ് ഹോർമോൺസ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് ഇത്രമാത്രം പിരിമുറുക്കം, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണത്. ഈ സെറട്ടോണിൻ ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറട്ടോണിന്റെ അളവ് കൂട്ടാൻ പറ്റും. എങ്ങനെ? എക്സസൈസ് ചെയ്യുമ്പോൾ കുറഞ്ഞു പോയ സെറട്ടോണിൻ ഓട്ടോമാറ്റിക്കലി പതുക്കെ പതുക്കെ എലിവേറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. സോ സെറട്ടോണിൻ ഹോർമോൺ കൂടുതൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ധാരാളം നമ്മൾ എക്സസൈസ് ചെയ്യണം. ഉറക്കക്കുറവുള്ളവര് ധാരാളം കൃത്യമായിട്ട് ഉറങ്ങണം, കറക്റ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്കണം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റ് ആയിട്ടുള്ള ഫുഡ്, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം. ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാത്തവർക്ക് ഈ പ്രശ്നം കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ജനറ്റിക്കലിയും ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നുണ്ട്. അതായത് പാരന്റ്സിന് പാരമ്പര്യമായിട്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് മക്കൾക്ക് അങ്ങനെ തന്നെ വരുന്ന ആളുകളും ഉണ്ട്. അപ്പോ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഈസി ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അല്ലാത്തവരുടെ അടുത്ത് നമ്മൾ നിർബന്ധമായും എക്സസൈസിന്റെ കാര്യം, അവര് ആരും അവെയർ ആയിരിക്കില്ല. നമ്മള് മെൻസസ് അല്ലേ, നമ്മൾ ഒതുങ്ങി കൂടുകയാണ് ചെയ്യുക. പക്ഷെ മെൻസസ് ആയ സമയത്താലും ചെറിയ രീതിയിൽ എക്സസൈസസ് ചെയ്യാൻ, നല്ല രീതിയിൽ ഭക്ഷണം, നല്ല രീതിയിൽ കുറെ ഭക്ഷണം കഴിക്കാൻ നല്ല ഉദ്ദേശിച്ചത്, കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് എടുത്ത് നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ച് പ്രോട്ടീൻ അത്യാവശ്യം വേണം. കാൽഷ്യം 1200 മില്ലിഗ്രാം കാൽഷ്യം വേണം. പക്ഷെ എത്ര ലേഡീസ് 1200 മില്ലിഗ്രാം കാൽഷ്യം എല്ലാ ദിവസവും എടുക്കുന്നുണ്ടാവും? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. അത് തീരെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു 30 വയസ്സിന് ശേഷം അവിടെ പിടിച്ചിട്ടും ഇവിടെ പിടിച്ചിട്ടും കാലിന് മുട്ട് വേദനിച്ചിട്ടും നടക്കുമ്പോഴൊക്കെ കിരികിരിന്ന് സൗണ്ടും. ഇപ്പൊ ഈ വീഡിയോ, ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ പലർക്കും തോന്നും, ദൈവമേ എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, എനിക്കൊരു പ്രോബ്ലം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ സമയം വൈകണ്ട, എത്ര വേഗം കാൽഷ്യം ഉള്ള ഭക്ഷണം കഴിക്കാം. കാൽഷ്യം ഉള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കാൽഷ്യം ഉള്ള ഭക്ഷണം? പലരും ചോദിക്കും, നമ്മളുടെ പ്രോഡക്റ്റ് സെയിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണതാണോ കാൽഷ്യം സപ്ലിമെന്റ്സിന്റെ കാര്യം എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കും. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഒരു ഗ്ലാസ് പാലിൽ നിന്ന് 300 മില്ലിഗ്രാം ഏകദേശം, നല്ല ശുദ്ധമായ പശുവിൻ പാലാണെങ്കിൽ ശുദ്ധമായ പശുവിൻ പാലാണെങ്കിൽ 300 മില്ലിഗ്രാം കാൽഷ്യം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ലേഡി ഒരു ദിവസം എത്ര ഗ്ലാസ് പാല് കുടിക്കണം? 4 ഗ്ലാസ് പാല് കുടിക്കണം. നടക്കൂ? നടക്കില്ല അല്ലെ? അല്ലെങ്കിൽ 3 ഗ്ലാസ് പാല് കുടിച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ ബാക്കി ഫുഡ് മെറ്റീരിയൽസ് കൊണ്ടുവരണം. ഒരിക്കലും സാധിക്കില്ല. സോ എന്ത് ചെയ്യാം? മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യുക. ഇനി മിൽക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് സപ്ലിമെന്റ്സ് മുടങ്ങാതെ കഴിക്കുക. അല്ലെങ്കിൽ അത് ഭാവിയിൽ എല്ലിന്റെയും പല്ലിന്റെയും പണി തീരുമ്പോഴാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ പ്രക്രിയയൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഇത്രയും വലിയ സൈക്കിൾ ഉണ്ടല്ലോ, നമുക്ക് പറയാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഈ ഒരു സൈക്കിൾ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പണി ശരീരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കാൽഷ്യത്തിന് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? കാൽഷ്യം സപ്ലിമെന്റ് കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ സപ്ലിമെന്റ് കൃത്യമായിട്ട് കഴിക്കുക. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരു ലേഡിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ അയൺ ഫോളിക് ആസിഡ് ഉണ്ട്. അയൺ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HBയുടെ അളവ് കൂടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയും ഭയങ്കര ക്ഷീണാണ്. ലേഡീസിനെ സംബന്ധിച്ച് ജെന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണാണ് അല്ലെ? ജെന്റ്സ് നമ്മളെക്കാട്ടിലും കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലേഡീസ് ഒരുമിച്ച് ഒരേപോലെ ജോലി ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല പറയണേ. പക്ഷെ പെട്ടെന്ന് ക്ഷീണം വരുന്നത് ആർക്കാണ്? ലേഡീസിനാണ്. ഏറ്റവും കൂടുതൽ വിളർച്ച രോഗം ഉള്ളത് ലേഡീസിന് തന്നെയാണ്. അപ്പോ വിളർച്ച രോഗം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബ്ലഡിന് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. ഈ പിഗ്മെന്റിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ പിഗ്മെന്റ് എന്ന് പറയുന്നത് റെഡ് കളർ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ പിഗ്മെന്റിന് ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്സിജൻ, നമ്മൾ ശ്വസിച്ചെടുക്കുന്ന ഓക്സിജനെ ബ്ലഡിലേക്ക് അത് അലിഞ്ഞു ചേരുമ്പോൾ
ഈ ബ്ലഡില് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഓക്സിജനെ കമ്പൈൻ ചെയ്യുക, ബൈൻഡ് ചെയ്യുക, എന്നിട്ട് എല്ലാ സെല്ലുകളിലേക്കും കൊടുക്കുക. ഈ ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്ന ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെങ്കിൽ ശരീരത്തിന്റെ ബാക്കി എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജൻ എത്തുന്നത് എത്ര കുറവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണം 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 എന്ന് എപ്പോഴും പറയണത്. സോ അയൺ ഫോളിക് ആസിഡ് മസ്റ്റ് ആയിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് HB നോക്കിയിട്ടില്ലാത്തവര് HB ഒന്ന് ചെക്ക് ചെയ്യുക, ഹീമോഗ്ലോബിന്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിനു ശേഷം മിനിമം 12 എങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അയൺ ഫോളിക് ആസിഡ് എടുക്കുക. അയൺ ഫോളിക് ആസിഡിന്റെ പ്രത്യേകതയും നമുക്കറിയാം. ഇന്ന് ഒരു ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം എഴുതുന്ന ഒരു പ്രോഡക്റ്റ്, ആദ്യം എഴുതുന്ന ഒരു കാര്യമാണ് അയൺ ഫോളിക് ആസിഡ്. അത് എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാ അമ്മമാർക്കും അറിയണ്ടാവും, മഞ്ഞ കളറിൽ ഒരു കുഞ്ഞു ഗുളിക. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് കുട്ടിയുടെ വളർച്ചയ്ക്കും അമ്മയുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കെമിക്കൽ മെയ്ഡ് ആണ് അല്ലെ. എന്തും ഈ അയൺ ആയാലും ഫോളിക് ആസിഡ് ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? കെമിക്കൽ ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അയൺ ഫോളിക് ആസിഡിന്റെ പ്രത്യേകതയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതിന്റെ PDF ഒക്കെ വന്ന സമയത്ത്. ഡ്രം സ്റ്റിക് ലീവ്സ്, മുരിങ്ങയില, ബീട്രൂട്ട്, പൊമിഗ്രനേറ്റ് മാതളം നാരങ്ങ, ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള സത്താണ്. സോ ഇത്രയും നല്ല സാധനം നമ്മൾ ഉപയോഗിക്കാൻ, നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. സോ ഇതൊക്കെ വുമൻ ഹെൽത്തിന് ധാരാളം വേണ്ട പ്രോഡക്ട്സ് ആണ്. നമുക്ക് ക്ഷീണമുണ്ട്, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളെ ചില അമ്മമാര് ചോദിക്കും, +2 എന്റെ കുട്ടി, ഭയങ്കര ക്ഷീണമാണ് അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അയൺ ഫോളിക് ആസിഡ് കൊടുക്കൂ, ധൈര്യമായിട്ട് കൊടുക്കൂ. അപ്പൊ നമുക്ക് അത്രയും ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ് ആയി പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക അയൺ ഫോളിക് ആസിഡ് കഴിച്ചിട്ട് HB കൂടും. HB വല്ലാതെ കൂടുവൊന്നുമില്ല. നമ്മൾ മുരിങ്ങയില കഴിച്ചാൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു മാതളം നാരങ്ങ കഴിച്ചാൽ എങ്ങനെയാണോ, അത്ര തന്നെയാണല്ലോ ഉള്ളൂ നമ്മുടെ അയൺ ഫോളിക് ആസിഡ് കഴിച്ചാലും. അതുപോലെ ചിലർ ചോദിക്കും, പ്രോട്ടീൻ കഴിച്ചിട്ട് കൂടുതലായിട്ട് എന്റെ കിഡ്നി അടിച്ചു പോവോ? ദൈവമേ, ഓരോ ഡൗട്ട്സ് ആണ്. ഒരിക്കലുമില്ല. നമ്മുടെ ശരീരത്തില് ബാക്കി എല്ലാതും മില്ലിഗ്രാമിലാണെങ്കിൽ പ്രോട്ടീൻ ഗ്രാമിലാണ്. ഏകദേശം 20 കിലോ കണക്കിൽ വെച്ചിട്ട് നമുക്ക് അത്രയും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 60 കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം. 60 ഗ്രാം പ്രോട്ടീൻ വേണം. മില്ലിഗ്രാം അല്ല കേട്ടോ, ഗ്രാം വേണം. കാരണം നമ്മുടെ ശരീരം, സെല്ലുകൾ എല്ലാതും, സെല്ല്, ടിഷ്യൂസ്, മസിൽസ് എല്ലാതും രൂപപ്പെടുത്തിയിട്ടുള്ളത് പ്രോട്ടീൻ കൊണ്ടാണ്. ഈവൻ നമ്മുടെ ഹെയർ, നെയിൽ ഒക്കെ പ്രോട്ടീനാണ്. എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഡാമേജ് വന്നാൽ അതിനെ റിപ്പയർ ചെയ്യാൻ ആര് വരണം? പ്രോട്ടീൻ വരണം. പ്രോട്ടീൻ വന്നാൽ മാത്രമേ റിപ്പയർ നടക്കുകയുള്ളൂ. സോ ഇപ്പൊ നമ്മൾ പറയും കാൽമുട്ട് വേദനയാണ്, എനിക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള കാൽമുട്ട് വേദനയാണ്. അവിടെ റിപ്പയർ നടക്കണമെങ്കിൽ പ്രോട്ടീൻ കഴിക്കണം. നമ്മൾ കാൽമുട്ട് വേദനയ്ക്ക് കാൽഷ്യം ഗ്ലൂക്കോസമീൻ പറയണോണ്ട് ഒപ്പം നമ്മൾ എന്ത് പറയണം? പ്രോട്ടീനും കൂടി കഴിച്ചാലേ അതിന് റിസൾട്ട് വരുള്ളൂ. കാരണം അവിടെ പോയി അവിടെ റിസൾട്ട്, ആ ഡാമേജസിനെ റിപ്പയർ ചെയ്യാൻ ആർക്ക് സാധിക്കും? പ്രോട്ടീന് സാധിക്കും. സോ പ്രോട്ടീൻ നിർബന്ധമായിട്ടും നമുക്ക് വേണം. അതുപോലെ തന്നെ കാൽഷ്യം നമുക്ക് മസ്റ്റ് ആണ്. അതേപോലെ തന്നെയാണ് മൾട്ടിവൈറ്റമിൻ ആൻഡ് മിനറൽ. ഇപ്പൊ ലേഡീസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മൾട്ടിവൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ജെൻസിന് വേണ്ടിയിട്ട് മൾട്ടിവൈറ്റമിൻസ് ആൻഡ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് എന്താണ് കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ട് മൾട്ടിവൈറ്റമിൻ ആൻഡ് മിനറലും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണേ. വൈറ്റമിൻ ഡി മസ്റ്റ് ആണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കാൽഷ്യം സപ്ലിമെന്റ് എടുത്താലും, ഇപ്പൊ വുമൻ ഹെൽത്ത് ആയാലും, ഇതിപ്പോ നമ്മൾ കോമൺ ജെൻഡർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വുമൻ ഹെൽത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല. നമ്മൾ എത്ര കാൽഷ്യം എടുത്താലും അത് നമ്മുടെ ശരീരം മാക്സിമം അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് ആവശ്യമാണ്. അപ്പൊ വൈറ്റമിൻ ഡി നമുക്ക് നല്ല വെയിലത്ത് നിന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ വെയിൽ എന്ന് പറയുമ്പോൾ രാവിലെ 10 മണിക്ക് ശേഷം 1 മണി വരെയുള്ള വെയിലാണ് വൈറ്റമിൻ ഡി തരുന്ന വെയില്. അപ്പൊ ആ വെയിലത്ത് നിന്നാലേ നമുക്ക് കുറച്ച് വൈറ്റമിൻ ഡി കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ആണ് ഇന്ന് പല ആളുകൾക്കും കാലുമ്പ നീര്, അല്ലെങ്കിൽ ഉഷാറില്ല, മുടികൊഴിച്ചില്. പലർക്കും മുടികൊഴിച്ചിലിന്റെ ഒക്കെ റീസൺ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ്. നിങ്ങൾ എത്ര ചെറുപ്പം പിള്ളേരെ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറവായിരിക്കും. കാരണം വെയിലത്ത് നമ്മൾ ഇറങ്ങില്ല, നമ്മൾ ഇളം വെയിൽ കൊള്ളും, കാര്യമില്ല. 10 മണിക്ക് ശേഷമുള്ള വെയിൽ തന്നെ കൊണ്ടാലേ വൈറ്റമിൻ ഡി കിട്ടുള്ളൂ. അപ്പൊ ഇത് എല്ലാതും ഒരു ഓവറോൾ ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞു മാത്രം. സോ വെൽ ഫ്രീഡം പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ, ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റും എന്താണ്? വുമൻ ഹെൽത്ത്, ടോട്ടൽ വുമൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഒപ്പം മെൻ ഹെൽത്തിനും ജെൻസിനും ഈ എല്ലാ പ്രോഡക്ട്സും ബാധകമാണ്. ഇതിലിപ്പോ നമുക്ക് ആകെ കൂടി റീപ്ലേസ് ചെയ്യാൻ പറ്റുക വുമൻ മൾട്ടിവൈറ്റമിൻ ആൻഡ് മിനറലിന് പകരം ജെൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മൾട്ടിവൈറ്റമിൻ ആൻഡ് മിനറൽ ഉണ്ട്. അത് മാത്രമാണ് ഡിഫറെന്റ് ഉള്ള, ബാക്കി എല്ലാതും സെയിം ആണ്.
അപ്പോൾ ഇത്തരം പ്രോഡക്ട്സ് കഴിച്ചുകൊണ്ട് നമ്മളെ ഹെൽത്തി ആവുക, അതേപോലെ നമ്മളുടെ സൊസൈറ്റിയിലുള്ളവരെ ഹെൽത്തി ആവുക. ഇനി ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പിന്നെ അധികമൊന്നും പറയാനില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഴയ കാലത്ത് നമ്മുടെയൊക്കെ പാരന്റ്സ് യൂസ് ചെയ്തിരുന്നത് ഏതായിരുന്നു? തുണിയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ ആ തുണിയൊക്കെ റീപ്ലേസ് ചെയ്ത് കുറെ പുതിയ പുതിയ കാര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ അതില് നമ്മളുടെ ഈ ഒരു പാഡിന് ശരിക്കും വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ ഒരു പാഡിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ഡെമോ കണ്ടിട്ടുള്ളവരായിരിക്കും ഒരുവിധം എല്ലാവരും. ഡെമോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ്റെ അടുത്ത്, നിങ്ങൾ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത അപ്ലൈൻ്റെ അടുത്ത് ഡെമോ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയാം. ശരിക്കും അത്രയും അമേസിംഗ് ആയിട്ടുള്ള, ഇതില് യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂ പോലും എന്താണ്, ഫുഡ് ഗ്രേഡിൽ വരുന്ന ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആനയോൺ സ്ട്രിപ്പ് തുടങ്ങി നമ്മുടെ എനർജി ലോസ് വരാതിരിക്കാൻ ഉള്ള ആനയോൺ സ്ട്രിപ്പ് തുടങ്ങി ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചിപ്പ്. അതുപോലെ ഇന്ന് നമ്മള് മാർക്കറ്റിൽ മേടിക്കുന്ന പാഡുകള് ഫ്രേഗ്രൻസ് യൂസ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഇറക്കണേ. എന്തിനു വേണ്ടിയിട്ടാണ്? ബാഡ് സ്മെല്ല് വരാതിരിക്കുക. നമുക്കറിയാലോ, ബ്ലഡ് ആണ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ബാഡ് ഓർഡർ ക്രിയേറ്റ് ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രേഗ്രൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഫ്രേഗ്രൻസ് ഒക്കെ എന്തിലേക്ക് എന്താണ് ഡാമേജ് ചെയ്യണത്? വുമൻ ഇന്റേണൽ ഓർഗൻസിനെയാണ് ഡാമേജ് ചെയ്യണത്. ഇതൊക്കെ തന്നെയാണ് ഇന്നിപ്പോ കൂടുതൽ വെജൈനൽ ക്യാൻസറും അതുപോലെ തന്നെ ഇന്ന് കുറെ വെജൈനൽ ക്യാൻസേഴ്സ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂട്രസിൽ സിസ്റ്റ്, ഫൈബ്രോയിഡ് ഒക്കെ വരാനുള്ള കാരണമായിട്ട് മാറുന്നു. സോ നമ്മള് ഒരു തീരുമാനം എടുക്കുക. ഈ ഇത്തരം പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതൊരു സോഷ്യൽ അവയർനെസ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോയാൽ കുറെ ആളുകൾക്ക് നമുക്ക് ചെയ്യാവുന്ന വലിയ പുണ്യമായിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്രോഡക്റ്റ് മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കൂ, ഈ പ്രോഡക്ട്സ് ഒക്കെ നമ്മളുടെ ഈ 3 പ്രോഡക്റ്റ്, ഈ ആദ്യം നമ്മൾ പറഞ്ഞ 3 പ്രോഡക്റ്റ്, ഈ 3 പ്രോഡക്റ്റിന്റെയും റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രക്ഷയില്ലാത്ത റിസൾട്ടാണ്. അപ്പൊ നമ്മള് ഈ പ്രോഡക്റ്റിന് പകരം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കുറെ ഇംഗ്ലീഷ് മെഡിസിൻസ് ആണ്. ഈ അലോപ്പത്തിക് മെഡിസിൻ കഴിച്ചിട്ട് വേദനയെ കുറച്ചു നേരത്തേക്ക് നമ്മൾ പിടിച്ചു നിർത്തിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഗുണം ഇല്ല, പകരം ദോഷമാണ്, സൈഡ് എഫക്ട്സ് ആണ് ഉണ്ടാവുന്നത്. സോ അത് ഇല്ലാതെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറെ ആളുകൾക്ക് ഇത് ആവശ്യമുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവർക്ക് ഇത് നമ്മൾ ആദ്യം ഉപയോഗിക്കുക. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വുമൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഈ 3 പ്രോഡക്ട്സിൽ ഒതുങ്ങില്ല. അയൺ, ഫോളിക് ആസിഡ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻ സപ്ലിമെന്റ് കൊടുക്കണം. കാൽഷ്യത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് പ്രഗ്നന്റ് വുമനും ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർക്കും നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? കാൽഷ്യം സപ്ലിമെന്റും പ്രോട്ടീൻ സപ്ലിമെന്റും കൊടുക്കണം. അത് നിർബന്ധമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അയൺ ഫോളിക് ആസിഡ് ശരിക്കും എല്ലാ പ്രഗ്നന്റ് ലേഡീസിന് പോലും നമുക്ക് ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അയൺ ഫോളിക് ആസിഡ്. കാരണം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. നമ്മുടെ അയൺ ഫോളിക് ആസിഡ് കുറച്ചും കൂടി എന്താണ്, ബെറ്റർ അല്ല, ബെസ്റ്റ് ആണ്. അതിൽ ഫുൾ എന്താണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളുള്ള അമ്മമാരും ശ്രദ്ധിക്കുക. വീട്ടില് അനിയത്തിമാരും ചേച്ചിമാരുള്ള പുരുഷന്മാരും ശ്രദ്ധിക്കുക. അമ്മമാർക്കൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട പ്രോഡക്ട്സിന്റെ ലിസ്റ്റാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക, ഉപയോഗിക്കുക. ഈ പ്രോഡക്ട്സിന്റെ ഉപയോഗരീതി ഒന്നും കൂടി പറയാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിന് സ്പീഡ് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മളുടെ വെൽ ഫ്രീഡം ടാബ് എന്ന് പറയുന്നത് മാസത്തില് മെൻസസ് ആയ അന്ന് തുടങ്ങി കഴിയുന്നവരെ, അതായത് 5 ദിവസത്തേക്ക് നമ്മൾ രാവിലെ ഒരെണ്ണം വൈകിട്ട് ഒരെണ്ണമായിട്ടാണ് കഴിക്കേണ്ടത്. അതന്നെ വെൽ ഫ്രീഡം പൗഡർ എന്ന് പറയുന്നത് സാഷെ രൂപത്തിലാണ് ഉള്ളത്. അത് മെൻസസ് ആവുന്നതിന് 3 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. ചില ആളുകൾ കൃത്യം അതേ ഡേറ്റിനായിരിക്കും മെൻസസ് ആവുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ 3 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യുക. ചില ആളുകൾ 2 ദിവസം മുന്നേ മെൻസസ് ആവും. അപ്പൊ അങ്ങനെയുള്ളവർ വീണ്ടും 3 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് കൃത്യമായ മെൻസസ് ആവുന്ന 5 ദിവസം, ആദ്യത്തെ 3 ദിവസം, മെൻസസ് ആവുന്നതിന് മുന്നത്തെ 3 ദിവസം, അതിനുശേഷം വരുന്ന 2 ദിവസം, അങ്ങനെയാണ് സാഷെ കഴിക്കേണ്ടത്. സാഷയിലുള്ള പൗഡർ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ പൊട്ടിച്ച് കലക്കി 2 നേരം രാവിലെയും വൈകിട്ടും കഴിക്കുകയാണ് വേണ്ടത്. റോൾ ഓൺ പിന്നെ പ്രത്യേകിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ രീതിയൊന്നുമില്ല. നമുക്ക് എവിടെയാണോ പെയിൻ, അടിവയറ്റിലാണെങ്കിലും ബാക്ക് പെയിൻ ആണെങ്കിലും അവിടെ നമുക്ക് റോൾ ഓൺ ഇടാം. നല്ല പെട്ടെന്ന് തന്നെ നല്ല റിലീഫ് തരുന്ന പ്രോഡക്റ്റ് ആണ്. ഇതിനോടൊപ്പം ചില ആളുകൾ പറയും, ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാവും,
ഞങ്ങൾക്ക് അങ്ങനെ റെഗുലർ അല്ല മെൻസസ്, ഞങ്ങൾക്ക് റെഗുലറേ അല്ല, ഞങ്ങൾക്ക് വല്ലപ്പോഴാണ് അത് അങ്ങനെ വരുന്നുള്ളൂ, അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ള ആളുകൾ വിഷമിക്കേണ്ട, അതിന് നമുക്ക് പ്രതിവിധി ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക, ജസ്റ്റ് ഡോക്ടറെ അടുത്തൊന്ന് പോയിട്ട് നല്ലൊരു ഗൈനക്കോളജിനെ ഒന്ന് കണ്ടിട്ട് എന്തുകൊണ്ടാണ് മെൻസസ് ഇറഗുലർ ആവണേന്ന് നോക്കുക. 2-3 റീസൺസ് ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് തൈറോയ്ഡ് ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെൻസസ് ഇറഗുലാരിറ്റി കാണിക്കും, മെൻസസ് റെഗുലർ ആയിരിക്കില്ല. അപ്പൊ തൈറോയ്ഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് തിങ്. ചില ആളുകൾക്ക് PCODയുടെ പ്രശ്നം ഉണ്ടായിരിക്കും. PCOD അതായത് ഓവറി അണ്ടാശയത്തിൽ നിറയെ കുമിളകൾ പോലെ നിറയെ സിസ്റ്റ് ഉണ്ടെങ്കിലും എന്തുണ്ടാവില്ല, മെൻസസ് റെഗുലർ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്, നല്ല ഒരു യൂട്രസിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നല്ല ഓവറിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന 2 പ്രോഡക്ട്സും കൂടി ഉണ്ട്. ഒന്ന് നോനി, ഒന്ന് ഫ്ലാക്സീഡ് ഓയിൽ. ഫ്ലാക്സീഡ് ഓയിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. omega-3, omega-6 ആൻഡ് omega-9 അടങ്ങിയ ഫ്ലാക്സീഡ് ഓയിൽ. അത് ഈവൻ ബ്രസ്റ്റ് ഹെൽത്തിന് പോലും, ബ്രസ്റ്റ് ഹെൽത്തിനായാലും യൂട്രസ്, ഓവറി, ഇതിന്റെ ഒക്കെ ഹെൽത്തിനെ പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഹെൽത്തിനാണ് കേട്ടോ, ഹെൽത്തിനാണ് ഫ്ലാക്സീഡ് ഓയിൽ. ഫ്ലാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ചണപ്പയറാണ്, ചണപ്പയറിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ് ഫ്ലാക്സീഡ് ഓയിൽ. ചില ആളുകള് ഫ്ലാക്സ് വെറുതെ കഴിക്കുന്ന ആളുകളുണ്ട്, വെറുതെ വായിലിട്ടിട്ട് ചവച്ചരയ്ക്കുമ്പോൾ അതിൽ നിന്ന് ജെല്ല് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. ചുമ്മാ വെള്ളത്തിൽ പോലും അലിയുന്ന ഒരു തരം സീഡാണ് ഫ്ലാക്സീഡ്. സോ ഫ്ലാക്സീഡ് ഓയിൽ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. കാരണം കുറെ ഫ്ലാക്സ് കഴിച്ചാലാണ്, ഫ്ലാക്സീഡ് കഴിച്ചാൽ നമുക്ക് അതിന് കുറച്ച് ഓയിൽ എടുക്കാൻ പറ്റുള്ളൂ ശരീരത്തിന്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഫ്ലാക്സീഡ് ഓയിൽ തന്നിട്ടുണ്ട്. ഫ്ലാക്സീഡ് ഓയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാം. 3 നേരം ഉപയോഗിക്കണം. അതിനിപ്പോ യൂട്രസിന് പ്രോബ്ലം അല്ലെങ്കിൽ ഓവറിക്ക് പ്രോബ്ലം ഉള്ളവർ മാത്രമല്ല കേട്ടോ ഫ്ലാക്സീഡ് ഓയിൽ കഴിക്കേണ്ടത്. ഫ്ലാക്സീഡ് ഓയിൽ എല്ലാവരും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം omega-3 ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോളിനെയൊക്കെ, നല്ല കൊളസ്ട്രോളിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ക്രിൽ ഓയിൽ പോലത്തെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഫ്ലാക്സീഡ് ഓയിൽ 3 നേരം കഴിക്കുക. അതേപോലെ ഡയബറ്റിക് അല്ലാത്ത ആളുകള് തീർച്ചയായിട്ടും PCOD മാതിരി ഒക്കെ പ്രോബ്ലംസ് വരാതിരിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോനി ജ്യൂസും കൂടി ആഡ് ചെയ്യാം. കാരണം വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ നോനി അടിപൊളിയാണ്. നോനി ജ്യൂസ് രാവിലെയും വൈകിട്ടും, നമുക്ക് പിന്നെ അറിയാലോ നോനി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാലോ. വെറും വയറ്റില് ആദ്യത്തെ 3 ദിവസം 5 ml വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ, അടുത്ത 3 ദിവസം 10 ml ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ബാക്കി ഉള്ള എല്ലാ ദിവസങ്ങളിലും 15 ml ഒരു ഗ്ലാസ് വെള്ളത്തിൽ. ഇങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഒരു കാര്യം കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അതായത് നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ട്, ഇപ്പൊ PCOD മാതിരി പ്രോബ്ലം ഉണ്ടെന്ന് ശ്രദ്ധിക്കുകയാണ്, അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഓവറിയിലൊക്കെ വരുന്ന ഒരു തരം ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമാണ് കേട്ടോ. ഈ പറഞ്ഞ PCOD ആയാലും ഇങ്ങനെ സിസ്റ്റർ ഫൈബ്രോയിഡ്സ് ഒക്കെ വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയാൽ ഈ പ്രോബ്ലംസിന് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അത് ഫുഡ് സപ്ലിമെന്റ്സിലൂടെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൈഫ് സ്റ്റൈലിൽ തന്നെ ചേഞ്ച് വരുത്തണം. എക്സസൈസ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ് ഫുഡ് കുറയ്ക്കണം. നമ്മൾ എപ്പോഴും ഫുഡ് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഡയറ്റും കൂടി ഒന്ന് ഹെൽത്തി ആക്കിയാൽ കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഈ ഫ്രീഡം 3 പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സസൈസും കൂടി ആയാൽ കുറച്ചും കൂടി റിസൾട്ട് കൂടും. അതുപോലെ തന്നെ PCOD മാത്രമൊക്കെ പ്രോബ്ലം ഉള്ളവര് എന്ത് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കുറയ്ക്കുക, പകരം പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങുന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കും തോറും PCOD കൂടെയുള്ള വരില്ല. അതും കൂടി ഒന്ന് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് ഏത് ഡോക്ടറെ സെഷൻ എടുത്താലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് കൂടിയത് കൊണ്ട്, ചോറും അരിയും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അന്നജം കൂടുതലുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ഡയബറ്റീസ് കുറയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ PCOD മാതിരിയുള്ള പ്രോബ്ലംസ് ഒന്നും കുറയ്ക്കാൻ സാധിക്കില്ല. PCOD ഉള്ളവര് നന്നായി ഡയറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ പെട്ടെന്ന് ഡയബറ്റിക് ആവാനൊക്കെ സാധ്യത കൂടുതൽ. പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, സാധ്യത കൂടുതലാണ്. ഇതൊക്കെ സ്റ്റഡീസ് പറയണതാണ്. PCOD എന്ന് പറയുന്നത് ഡയബറ്റിക്കിന്റെ ഒരു കുഞ്ഞു ലക്ഷണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ കൂട്ടി ശരീരത്തിന്റെ ഒരു ഭാഗത്തിൽ കാണിച്ചു എന്ന് മാത്രം, സിസ്റ്റ് രൂപത്തിൽ. അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ, കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസ്, കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലംസിനും വലിയ രീതിയിൽ ടാറ്റ ബൈ ബൈ പറയാം. അല്ലാതെ ഇംഗ്ലീഷ് മെഡിസിൻസിന്റെ ഒന്നും ഒരു പരിധി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല.
അവർക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ, മാറ്റിത്തരാൻ സാധിക്കില്ല. മാറ്റം വരണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്തണം എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പേര് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. സോ വുമൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വുമൻ വെൽ ഹെൽത്തിന് വേണ്ടി, മെൻസ്ട്രൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വുമൻ വെൽ ടാബ്, ഫ്രീഡം ടാബ്, വിമൻ വെൽ ഫ്രീഡം പൗഡർ, വെൽ ഫ്രീഡം റോൾ ഓൺ. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത വേറെ കുറച്ച് പ്രോഡക്ട്സ് ഏതൊക്കെയാണ്, നമ്മളുടെ കാൽഷ്യം, മെഗ്നീഷ്യം, ഇത് രണ്ടും അടങ്ങിയ ഭക്ഷണം, ഫുഡ് സപ്ലിമെന്റ്സ്, പ്രോട്ടീൻ പൗഡർ നിർബന്ധമായിട്ടും നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഫ്ലാക്സ് ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. വുമന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അയൺ, ഫോളിക് ആസിഡ്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു ഹെൽത്തി വുമൻ ഹെൽത്തി സൊസൈറ്റിയുടെ ഒരു വലിയ ഒരു അസറ്റ് ആണെന്ന് മനസ്സിലാക്കുക. കാരണം അമ്മമാര് ഹെൽത്തി ആയിരുന്നാൽ ഓട്ടോമാറ്റിക്കലി മക്കളും അല്ലെ, വീട് തന്നെ ഫുൾ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന